വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള SIT അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി. കാട്ടാനക്കലിയിൽ കർഷകന് ദാരുണാന്ത്യം. അതിരപ്പിള്ളിയിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ച് നാട്ടുകാർ. ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷം. തൃശൂർ തിരുവില്ലാമല കയറുംപാറയിലെ ഹോൾസെയിൽ വസ്ത്രനിർമ്മാണശാലയിലെ പൂജാമുറിയിൽ നിന്നും 17 ലക്ഷം രൂപയടങ്ങിയ രഹസ്യ ലോക്കറും സ്കൂട്ടറും കവർന്ന സംഭവം. പ്രതിയായ ജീവനക്കാരനെ സാഹസികമായി പിടികൂടി പോലീസ്. എറണാകുളം കുമ്പളങ്ങി മാർക്കറ്റിൽ മധ്യവയസ്കൻ വെട്ടേറ്റ് മരിച്ച നിലയിൽ. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചതായി പ്രാഥമിക നിഗമനം. പ്രതികളായ 2 പേർ പിടിയിൽ. പാലക്കാട് പട്ടാമ്പിയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പുറത്ത്. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ള SIT അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് കേസ് അന്വേഷണം എന്നതുകൊണ്ട് തന്നെ നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. തൃപ്തിയില്ല, പക്ഷേ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് അന്വേഷണം എന്നുള്ളതുകൊണ്ട് നിയമോപദേശം നേടിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. മാറ്റാനുള്ള അധികാരം ഞങ്ങൾക്ക് ഇപ്പോഴില്ല, കാരണം ഹൈക്കോടതിയാണ് നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കും. അതിരപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനാക്രമണത്തിൽ കർഷകന് ദാരുണാന്ത്യം. നാട്ടുകാർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. 65-കാരൻ മോഹനാണ് കാട്ടാനക്കലിയിൽ മരണമടഞ്ഞത്. അതിരപ്പിള്ളിയിൽ കാട്ടാനയാക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ വൻ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ആനമല അതിരപ്പിള്ളി സംസ്ഥാനപാത ഉപരോധിച്ചുള്ള നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വിനോദസഞ്ചാരികളുടെ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളും വഴിയിൽ കുടുങ്ങി. പുലർച്ചെ 2:30 വീടിന്റെ മുറ്റത്തിറങ്ങിയ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് 62-കാരനായ മോഹനൻ ദാരുണമായി കൊല്ലപ്പെട്ടത്. 65-കാരനായ പുല്ലേർക്കാട്ട് മോഹനനാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. വീടിന് സമീപത്തായി കാട്ടാന എത്തിയ വിവരമറിഞ്ഞ് പുറത്തേക്കിറങ്ങിയ മോഹനൻ ആനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ കർഷകനെ നാട്ടുകാർ ചേർന്ന് ഉടൻ തന്നെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചതായും രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ ജനങ്ങൾ ഭീതിയോടെയാണ് കഴിയുന്നതെന്നും നാട്ടുകാർ പറയുന്നു. തൃശൂർ തിരുവില്ലാമലയിലെ കയറുംപാറയിലെ ഹോൾസെയിൽ വസ്ത്രനിർമ്മാണശാലയിലെ പൂജാമുറിയിൽ നിന്നും 17 ലക്ഷം രൂപയടങ്ങിയ രഹസ്യ ലോക്കറും സ്കൂട്ടറുമായി മുങ്ങിയ ജീവനക്കാരനെ പോലീസ് സാഹസികമായി പിടികൂടി. തൃശൂർ തിരുവില്ലാമല കയറുംപാറയിലെ ഹോൾസെയിൽ വസ്ത്രനിർമ്മാണശാലയിലെ പൂജാമുറിയിൽ നിന്നും 17 ലക്ഷം രൂപയടങ്ങിയ രഹസ്യ ലോക്കറും സ്കൂട്ടറും മോഷ്ടിച്ചു മുങ്ങിയ യുവാവിനെ പോലീസ് സാഹസികമായി പിടികൂടി. സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്ന പ്രതിയായ തഞ്ചാവൂർ സ്വദേശി സൂര്യയെ തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ നിന്നുമാണ് പഴയന്നൂർ പോലീസ് സാഹസികമായി പിടികൂടിയത്. കഴിഞ്ഞ 25-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പോലീസിനെ കബളിപ്പിക്കാൻ സ്വന്തം മൊബൈൽ ഫോൺ മറ്റൊരു കാറിൽ ഉപേക്ഷിച്ചാണ് സിനിമാ സ്റ്റൈലിൽ പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. സൈബർ സെൽ സിഗ്നലുകൾ വഴി പോലീസ് തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുമെന്നായിരുന്നു പ്രതിയുടെ പ്രതീക്ഷ. എന്നാൽ പഴുതടച്ച അന്വേഷണത്തിലൂടെ പഴയന്നൂർ പോലീസ് അതിവേഗം പ്രതിയിലേക്ക് എത്തുകയായിരുന്നു. പഴയന്നൂർ SHO സുധിലാലിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ മധു, പോലീസുകാരായ വിപിൻ, ജവഹർ, മനീഷ് എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് തിരുവണ്ണാമലയിൽ നിന്നും പ്രതിയെ വലയിലാക്കിയത്. പാലക്കാട് പട്ടാമ്പിയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. മേലെ പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് സമീപത്താണ് അപകടമുണ്ടായത്. പാലക്കാട് പട്ടാമ്പിയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. മേലെ പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് സമീപത്താണ് അപകടം സംഭവിച്ചത്. കാർ യാത്രികരായ കൊണ്ടൂർക്കര സ്വദേശികളായ നാസർ, ഷക്കീർ, ഷാഹുൽ അമീദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഷൊർണൂരിൽ നിന്നും ആളെ ഇറക്കി പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ നിർത്തിയിടാനെത്തിയ നാഷ ട്രാവൽസിന്റെ ബസ്സാണ് കാറുമായി കൂട്ടിയിടിച്ചത്. എറണാകുളം കുമ്പളങ്ങി മാർക്കറ്റിൽ പച്ചക്കറി കടയ്ക്കുള്ളിൽ തമിഴ്നാട് സ്വദേശിയായ മധ്യവയസ്കരെ വെട്ടേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് സ്വദേശിയായ മാഹിനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എറണാകുളം കുമ്പളങ്ങി മാർക്കറ്റിൽ പച്ചക്കറി കടയ്ക്കുള്ളിൽ തമിഴ്നാട് സ്വദേശിയായ മധ്യവയസ്കനെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് സ്വദേശി മാഹിനാണ് കൊല്ലപ്പെട്ടത്. രാവിലെയോടെ മാർക്കറ്റിലെത്തിയവരാണ് പച്ചക്കറി കടയ്ക്കുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.
കഴിഞ്ഞ രാത്രി മാഹിനും കസ്റ്റഡിയിലായ മറ്റു രണ്ടുപേരും ചേർന്ന് കടയ്ക്ക് സമീപം ഇരുന്ന് മദ്യപിച്ചിരുന്നു. തുടർന്ന് ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പ്രതികളായ രണ്ടുപേരും കുമ്പളങ്ങി സ്വദേശികളാണ്. കുടകൾ നന്നാക്കുന്ന ജോലി ചെയ്ത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി കുമ്പളങ്ങി ഭാഗത്ത് താമസിച്ചു വരികയായിരുന്നു കൊല്ലപ്പെട്ട മാഹിൻ. പ്രദേശത്ത് ശക്തമായ മഴയുള്ളതിനാൽ പച്ചക്കറിക്കട ഉടമ മാഹിന് രാത്രി കടയ്ക്കുള്ളിൽ കിടക്കാൻ അനുവാദവും നൽകിയിരുന്നു. പുലർച്ചെയോടെയാണ് ആക്രമണം നടന്നതെന്നാണ് വിവരങ്ങൾ. കുമ്പളങ്ങി പോലീസിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണവും നടന്നുവരികയാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. തുടർന്നും വാർത്തകൾ കാണുവാനായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിൻ മനം സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.